السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الله صلى الله عليه وسلم، والعاقبة للمتقين وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടി മജ്ലിസിനെ അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. സ്വലാത്തുകൾ, അദ്കാറുകൾ, അസ്മാഉ എല്ലാം അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതിൻ്റെയൊക്കെ തവാബ് കൊണ്ടും ഈ ഒരു രാത്രിയുടെ പുണ്യമഹത്വം കൊണ്ടും പരിശുദ്ധമാക്കപ്പെട്ടതായ ശഅബാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു നമ്മുടെ മജ്ലിസിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മാനസികമായ, ശാരീരികമായ, സാമ്പത്തികമായ, പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് രക്ഷ നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിക്കുന്ന കാലമത്രയും അല്ലാഹുവിന്റെ ത്വഅത്തിലായി ജീവിക്കാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം മാതൃകയാക്കാൻ, അവിടുത്തെ തിരുസുന്നത്തുകൾ മുറുകെപ്പിടി ജീവിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സജ്ജനങ്ങളിലും മുത്തഖീങ്ങളിലും സ്വാലിഹീങ്ങളിലും അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സുദീർഘമായ ഒരു ഭാഷണത്തിന് മുതിരുന്നില്ല. എന്നിരുന്നാലും നമ്മുടെ ഒരു മജ്ലിസിന്റെ ബറക്കത്തിന് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധ ഉണർത്തിക്കൊണ്ട് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തുകൊണ്ട് സന്തോഷത്തോടുകൂടി നമുക്ക് ഇവിടുന്ന് പിരിഞ്ഞു പോകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നമുക്കറിയാം, പാവനമായ, പവിത്രമായ, സുന്ദരമായ, പുണ്യത്തിന്റെ പൂക്കാലമായ പരിശുദ്ധമായ റമദാൻ പടിവാതിലിക്കൽ എത്തി നിൽക്കുന്ന ഒരു സുന്ദരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളൊക്കെയും ഉള്ളത്. പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് സമാഗതമാവാൻ ഇനി കേവലം എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. നമ്മുടെ നാട്ടിൽ ശഅബാൻ മാസം ഉറപ്പിച്ചതനുസരിച്ചും നമ്മളൊക്കെ ബറാഅത്ത് കണക്കാക്കിയ പ്രകാരവും കടന്നു വരുന്ന ചൊവ്വാഴ്ച, അടുത്ത ചൊവ്വാഴ്ച ശഅബാൻ 29 അന്നത്തെ സൂര്യാസ്തമനത്തോടുകൂടി മാസപ്രദക്ഷ്യമായി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അന്നത്തെ മാസപ്രദക്ഷ്യമായി കഴിഞ്ഞാൽ ബുധനാഴ്ച റമദാൻ 1 ചൊവ്വാഴ്ച ഇശാവോടുകൂടി നമ്മുടെ പള്ളിയിലും തറാവീഹും ഒക്കെ ആരംഭിക്കുകയും ചെയ്യും. ഇനി മാസപ്രദക്ഷ്യമായില്ലെങ്കിലോ അടുത്ത വ്യാഴാഴ്ച, അടുത്ത ഈ ദിവസം എന്തായാലും നമ്മൾക്ക് പരിശുദ്ധമാക്കപ്പെട്ട റമദാനിലാണ്. ഒരു സംശയവുമില്ല. അല്ലാഹുവിന്റെ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. ആ പരിശുദ്ധ റമദാനിലേക്ക് എത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധമായ റമദാൻ മാസം അല്ലാഹു തആല അങ്ങേയറ്റം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച മാസമാണ്. അല്ലാഹു ആദരിച്ച മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ പരിശുദ്ധമാക്കപ്പെട്ടതായ കലാമിനെ, പരിശുദ്ധ ഖുർആനിനെ, മറ്റു തിരുവചനങ്ങളെ അവതരിപ്പിക്കുവാൻ തീരുമാനിച്ചപ്പോ അതിനായി തിരഞ്ഞെടുത്തത് ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തെയാണ്. ഖുർആനിൽ നിന്ന് മാത്രമല്ല, മറ്റുള്ളതായ ഏടുകളും മറ്റുള്ളതായ കിതാബുകളും ഒക്കെയും ഇറക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത മാസം പരിശുദ്ധമാക്കപ്പെട്ടതായ റമദാൻ മാസമാണ്. പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു പറയുന്നുണ്ടല്ലോ, ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. പരിശുദ്ധ റമദാനിലാണ് ഖുർആൻ അല്ലാഹു ഇറക്കുന്നത്. എന്തിനു വേണ്ടി? ഇവിടെയാണ് ഹൈലൈറ്റ് പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് നേർവഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഖുർആനിനെ അയച്ചത്. മാത്രമല്ല വബയ്യിനാത്തി മിനൽ ഹുദാ, സത്യമേതാണ് അസത്യമേതാണ് എന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ, എന്നതിനെ കുറിച്ച് നമുക്കറിയാൻ, വേർതിരിച്ച് മനസ്സിലാക്കി തരാൻ ആ പരിശുദ്ധ ഖുർആൻ വേണ്ടി വന്നത്. വൽ ഫുർഖാൻ, എല്ലാത്തിനുമുള്ള തെളിവുകളുമായിട്ടാണ്. ഈ ഒരു ഗ്രന്ഥം ഇറങ്ങേണ്ട ആവശ്യമില്ല. എല്ലാം അല്ലാഹുവിന്റെ പ്രവാചകന് വരേണ്ട ആവശ്യമില്ല. എല്ലാം അല്ലാഹുവിന്റെ ഹബീബിലൂടെ അല്ലാഹുവിനെ സമർപ്പിക്കുകയാണ്. അവസാനത്തെ
കാലക്കാരായ നമ്മളുണ്ടല്ലോ, ഹബീബിന്റെ ഉമ്മത്തെന്ന് അവകാശപ്പെടുന്ന നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ടതായ ഖുർആൻ നൽകിയത് അത് റമദാനിലാണ്. മാത്രമല്ല ഇബ്രാഹിം നബിക്ക് ഏട് നൽകിയതും റമദാനിലാണ്, തൗറാത്ത് ഇറങ്ങിയത് റമദാനിലാണ്, ഇൻജീൽ ഇറങ്ങിയതും റമദാനിലാണ്, സബൂർ ഇറങ്ങിയതും റമദാനിലാണ്. ചരിത്രം വളരെ വിശാലമാണ്, പരത്തി പറയുന്നില്ല. അതുകൊണ്ട് അല്ലാഹു ബഹുമാനിച്ച ഈ പുണ്യമാസത്തെ അങ്ങേയറ്റത്തെ ആദരവോട് കൂടിയാണ് നമ്മളും വരവേൽക്കേണ്ടത്. അങ്ങേയറ്റത്തെ ആദരവോട് കൂടിയാണ് പരിശുദ്ധ റമദാൻ നാം സമീപിക്കേണ്ടത്. ഇപ്പോഴും പാപമന്ത്യമായ ഹൃദയത്തോടു കൂടി ജീവിക്കുന്നു, തോന്നിയതുപോലെ സംസാരിക്കുന്നു, തോന്നിയതുപോലെ കുറ്റം പറയുന്നു, ഗീബത്തും നമീമത്തും പറയുന്നതിലൊരു കുറവുമില്ല, ആരെയും അടിച്ചപ്പുറത്ത് നമുക്ക് പരാതിയുമില്ല. നമ്മൾ ലൗകികമായ നമ്മുടെ ഭൗതികമായ ചിന്തകളിലും കളികളിലും തമാശും ഏർപ്പെട്ടുകൊണ്ട് അങ്ങനെ റമദാനെ വരവേറ്റ് കഴിഞ്ഞാൽ ആ റമദാനെ ആദരിക്കേണ്ടതില്ല, ആദരിച്ചിട്ടില്ല, അതിന് വേണ്ടി അണിഞ്ഞൊരുങ്ങിയിട്ടില്ല, അതിന് വേണ്ടി ശുദ്ധീകരണം നടത്തിയിട്ടില്ലെങ്കിലോ ആ പരിശുദ്ധ റമദാൻ കൊണ്ട് നമുക്ക് നേട്ടങ്ങൾ നേടാൻ കഴിയില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ മശായിഖന്മാർ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അല്ലാഹുവിന്റെ ഈ മഹത്വം നമ്മെ പഠിപ്പിച്ചത്. പരിശുദ്ധ റമദാൻ കടന്നു വരുമ്പോ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം തയ്യാറാവണം. ഒന്നെന്താണ്? തഹ്ലിയത്ത് വേണം, മറ്റൊന്ന് തഹ്ലിയത്ത് വേണം. എന്താ തഹ്ലിയത്ത് എന്ന് പറഞ്ഞാൽ? ശുദ്ധീകരണമാണ്. നമുക്കറിയാം, നമ്മുടെ വീടോ അതല്ലെങ്കിൽ നമ്മുടെ പറമ്പോ അതല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനമോ എന്തുമാവട്ടെ, നമ്മളവിടെ ഒരു പണി തുടങ്ങാൻ ആരംഭിക്കുകയാണ്, അതല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു വീടാണ്, നമ്മൾ കാലങ്ങളോളമായിട്ട് ആ വീട്ടിലില്ല. അങ്ങനെ അത് അടുത്ത മാസം നമ്മളെല്ലാവരും ആ വീട്ടിലേക്ക് വരികയാണ്, താമസിക്കാൻ വേണ്ടിയിട്ട് കുടുംബസമേതം വരികയാണ്. ആ വീട് നമ്മൾ നേരെ വന്ന് ആ വീട്ടിലേക്ക് ഇറങ്ങി കയറി നമ്മൾ താമസിക്കോ? ഇല്ല. മറിച്ചോ ആ വീടിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പേ, നമ്മുടെ ഫാമിലി എത്തുന്നതിന് മുമ്പേ അവിടെയുള്ള അഴുക്കുകളെല്ലാം നമ്മൾ കഴുകിക്കളയും. ഇനി പൈന്റ് അടിക്കുകയാണെങ്കിലോ ആദ്യം തന്നെ വീടിന്റെ ചുമരിലൂടെ പൈന്റ് നമ്മൾ കയറ്റി വിടൂല. പിന്നെയോ അതിന്റെ പൂപ്പുകളൊക്കെ ഉരച്ചു കളയും, ഗേറ്റിലുള്ള തുരുപ്പൊക്കെ നമ്മൾ ഉരച്ചു കളഞ്ഞിട്ട് എന്നിട്ടാണ് പൈന്റ് അടിക്കാൻ തുടങ്ങുക. അങ്ങനെ വീട് മുഴുവനും ശുദ്ധീകരിച്ചിട്ട് ആ വീട്ടിൽ താമസം നമ്മൾ ആരംഭിക്കുന്നു. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ചിന്തിച്ചാൽ മതി. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ആ ദുർഗന്ധത്തോട് കൂടിയാണ് വീട്ടിലേക്ക് താമസിക്കാൻ വേണ്ടി നമ്മൾ വരുന്നതെങ്കിൽ ആ വീട്ടിൽ നമുക്ക് സ്വസ്ഥതയുണ്ടോ? സമാധാനമുണ്ടോ? എന്നും ദുഷിച്ചതായ സ്മെല്ലും മറ്റുമൊക്കെ അണിഞ്ഞുകൊണ്ട് ഇറിറ്റേഷൻ ആയിക്കൊണ്ട് നമ്മുടെ മാനസികമായ എല്ലാം തളർന്നു പോകുന്ന സാഹചര്യം വരില്ലേ? ഇനിയോ നല്ല പൈസ കൊടുത്ത് പൈൻ്റൊക്കെ വാങ്ങിയിട്ട് തുരുമ്പൊന്നും കളയാതെ ഗേറ്റിന് പൈൻ്റ് അടിച്ചതെങ്കിൽ ആ പൈൻ്റ് ഇളകി പോകൂലേ? അതുകൊണ്ട് ഫലം നമുക്കുണ്ടാകുമോ? എന്നതുപോലെ ഇത് ദുനിയായ കാര്യമാണ്. എന്നതുപോലെ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കണം, നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം. കുശുമ്പുണ്ടാവരുത്, വാശിയുണ്ടാവരുത്, ഏഷണി പറയുന്നവനാവരുത്, അസൂയ വെക്കുന്നവനാവരുത്, കുത്തുവാക്ക് പറയുന്നവനാവരുത്, മറ്റുള്ളവന്റെ സ്വഭാവങ്ങളിൽ അസൂയ വെക്കുന്നവനാവരുത്, മറ്റുള്ളവന്റെ കുറ്റം പറയുന്ന മുഹ്താബികൾ പെട്ടുപോകരുത്, പരസ്പരം തെറ്റിക്കുന്ന ഏഷണികളുടെ നന്മാകൾ പെട്ടുപോകരുത്. ഇതിനൊക്കെയും ശുദ്ധീകരിച്ചുകൊണ്ട് റമദാൻ ഇങ്ങനെ വരുമ്പോ അല്ലാഹു ബഹുമാനിച്ച മാസമാണല്ലോ, അതിനെ അവന്റെ ശരീരം ശുദ്ധിയാക്കി, മനസ്സ് ശുദ്ധിയാക്കി. എന്തിനധികം പരിശുദ്ധ റമദാൻ വരുമ്പോ നമ്മുടെയൊക്കെ നാട് നമ്മുടെ പൂർവികർ കാണിച്ചു തന്നൊരു മാതൃകയാണ് നനച്ചുകൂടി എന്നുള്ളത്. എന്താ ഈ നനച്ചുകൂടിന്റെ മാനദണ്ഡം? എല്ലാം ശുദ്ധീകരിക്കുന്നു, മനസ്സ് ശുദ്ധീകരിക്കുന്നു, ശരീരം ശുദ്ധീകരിക്കുന്നു, വീട് ശുദ്ധീകരിക്കുന്നു, റൂം ശുദ്ധീകരിക്കുന്നു, മുറ്റം ശുദ്ധീകരിക്കുന്നു, പറമ്പ് മുഴുവനും ശുദ്ധീകരിക്കുന്നു. അങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ടതൊക്കെ റമദാനിനോടുള്ള ആദരവ് കൊണ്ട്, റമദാനിനോടുള്ള ബഹുമാനം കൊണ്ട് നമ്മൾ ശുദ്ധീകരിക്കുകയാണ്. പിന്നെ അടുത്ത് പോയിട്ട് തഹ്ലിയത്ത് വേണം, അണിഞ്ഞൊരുങ്ങണം.
അണിഞ്ഞൊരുങ്ങിയിട്ടാണ് കല്യാണം നമ്മൾ പോകുമ്പോ. പാടത്ത് പണിയെടുക്കുന്നവര്, അതല്ലെങ്കിൽ മറ്റു തൊഴിലിൽ നിന്ന് ചെയ്യുന്ന ആളുകൾ ഉറക്കുന്ന എണീറ്റ് ഉടനെ തന്നെ ഇട്ട ട്രൗസറും ഇട്ടുകൊണ്ട് നമ്മൾ ഫംഗ്ഷനിൽ പോവാറില്ല. മറിച്ചോ അതിനുവേണ്ടി പ്രത്യേകം നമ്മളതാ പ്രത്യേകമതാ ഒരു പുതുമാരനാണെങ്കിൽ അവന് പ്രത്യേകം വസ്ത്രം വാങ്ങി വെച്ചിട്ടുണ്ട്, അന്ന് പൂശാനായിട്ട് പ്രത്യേകം സ്പ്രേ വാങ്ങി വെച്ചിട്ടുണ്ട്, അന്ന് യാത്ര ചെയ്യാനായിട്ട് പ്രത്യേക തരത്തിലുള്ളതായ വണ്ടികൾ എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്ത് നിന്നും ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതാ ഒരു പുതുമാരൻ കല്യാണ പന്തലിലേക്ക് ഇറങ്ങുന്നത് പോലെ പരിശുദ്ധ റമദാനിലേക്ക് പുതിയൊരു മനുഷ്യനായി എല്ലാം ശുദ്ധീകരിച്ചുകൊണ്ട് അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് വല്ലാതെ സന്തുഷ്ടവാനായിക്കൊണ്ട് കടന്നു വരുന്ന ഒരു സാഹചര്യമാണ് നമുക്കുണ്ടാവേണ്ടത്. എന്നാൽ നമുക്ക് അതിൽ നിന്ന് കരകയറാൻ, ഈ കുറ്റങ്ങളിൽ നിന്ന് വിമുക്തമാകാൻ നമുക്ക് സാധ്യമാകും. കാരണം എന്താ? ഈ പരിശുദ്ധ റമദാനിനെ, ഈ പരിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഉണ്ടല്ലോ, എല്ലാവർക്കും സുപരിചിതമായ ഹദീസാണല്ലോ. വമൻ സാമ റമദാന ഈമാനൻ വഹ്തിസാമൻ, അല്ല വമൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാമൻ, രണ്ട് രൂപത്തിൽ വന്നിട്ടുണ്ടല്ലോ. ബുഖാരിയുടെ ഹദീസല്ലേ, എല്ലാവർക്കും സുപരിചിതമായ ഹദീസല്ലേ, എല്ലാ റമദാൻ നമ്മൾ കേൾക്കുന്ന ഹദീസല്ലേ. എന്താ അതിന്റെ അർത്ഥം? മൻ സ്വാമ, ഒരാൾ നോമ്പ് നോറ്റു, റമദാൻ നോമ്പ് നോക്കുകയാണ്. എങ്ങനെ? ഈമാനം ഈമാനം ഉണ്ടാകണം, ഉണ്ടാവണം, ദൃഢമായ വിശ്വാസം ഉണ്ടാവണം, അതോടൊപ്പം തന്നെ ഇഹ്തിസാബ് ഉണ്ടാകണം. അതുപോലെ ഒരാള് റമദാൻ നിസ്കരിച്ചാൽ തറാവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നതാണ്. റമദാൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഈമാനം വേണം. ഈമാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇഹ്തിസാബ് എന്താ? നമ്മളെ മനസ്സിലാക്കണം, നമ്മൾ പഠിക്കണം. എന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കണം റമദാൻ നമ്മൾ വരവേൽക്കുന്നത്. എന്തിനാ ഇഹ്തിസാബിനെ പണ്ഡിതന്മാർ പഠിപ്പിച്ചത്? അതിനുള്ള ഡെഫിനിഷൻ എന്താണെന്നറിയുമോ? ത്വയ്യിബത്തൻ നഫ്സുഹു ബിദാലിക ഗൈറ കാരിഹിൻ ലഹു വലാ മുസ്തഖിലൻ ലിസിയാമിഹി വലാ മുസ്തഖിലൻ ലിഅയ്യാബിഹി. റമദാൻ അടുക്കുന്തോറും ഞാൻ എത്തിയിരുന്നെങ്കിൽ, ആ റമദാനിലേക്ക് എനിക്കൊന്ന് എത്താൻ ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ, റമദാനിലെ ആ സുന്ദരമായ നിമിഷങ്ങളെ വല്ലാതെ ആഗ്രഹിക്കുന്ന മനസ്സായിരിക്കണം, ത്വയ്യിബായ മനസ്സായിരിക്കണം. ആ നോമ്പ് കൊണ്ട്, അല്ലെങ്കിൽ ആ നിസ്കാരം കൊണ്ട്, ഇഹ്തിസാബിന്റെ ഡെഫിനിഷനാണ് ആ നോമ്പ് കൊണ്ട്, നിസ്കാരം കൊണ്ട്, ആ പ്രവൃത്തി കൊണ്ടല്ലോ അവന്റെ ഹൃദയം വല്ലാതെ സന്തുഷ്ടനാണ്, അവൻ വല്ലാതെ സംതൃപ്തിയുള്ളവനാണ്. ത്വയ്യിബായ രീതിയിലാണ് അവന്റെ ഹൃദയം അതിനെ സ്വീകരിച്ചത്. ഗൈറ കാരിഹിൻ ലഹു, വെറുപ്പോട് കൂടിയല്ല. വലാ മുസ്തഖിലൻ ലിസിയാമിഹി, ഈ നോമ്പ് വല്ലാത്ത ഭാരമായി തോന്നിയവനല്ല. നോമ്പിനുള്ള വിശപ്പുകളൊക്കെ സഹിക്കുമ്പോഴും അവനതാ അല്ലാഹുവിൽ കൂലിയാണ് മോഹിക്കുന്നത്. ഞാൻ അനുഭവിക്കുന്ന വിശപ്പിന് എനിക്ക് റബ്ബിൽ നിന്ന് കൂലിയുണ്ട്. ഞാൻ ഒഴിവാക്കി ലൗകികമായ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. റബ്ബിന്റെ കൂലി മാത്രം കാക്ഷിച്ചുകൊണ്ട് റമദാന്റെ ഭാരങ്ങൾ അവനെ പ്രയാസപ്പെടുത്തൂല. വലാ മുസ്തഖിലൻ ലിഅയ്യാമി, അവൻ വിരലിൽ നിന്ന് എണ്ണൂല. എത്ര ദിവസം റമദാൻ കഴിയാൻ ഒന്ന് കഴിഞ്ഞു കിട്ടിയെങ്കിൽ, എത്ര ദിവസം കൊണ്ട് റമദാൻ കഴിയാൻ ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയെങ്കിൽ എന്നവന്റെ മനസ്സിലാഗ്രഹം ഉണ്ടാകൂല. മറിച്ചോ ഈ റമദാൻ തീർന്നു പോവാതിരുന്നെങ്കിൽ ഇനിയും ധാരാളം ദിവസങ്ങൾ എനിക്ക് സ്വതക്ക നൽകണം, ഇനിയും ധാരാളം ദിവസങ്ങളിൽ റമദാൻ കിട്ടുന്നത് പോലത്തെ ഖുർആൻ പാരായണത്തിന്റെ പ്രതിഫലം കിട്ടണം, എനിക്ക് ഇനിയും ധാരാളം പാവങ്ങളെ സഹായിക്കണം, എനിക്ക് ഈ ധാരാളം യോഗ്യനാഭിരിക്കണം, ഇനിയും എനിക്ക് ഒരുപാട് തറാവീഹ് നിസ്കരിക്കണം. ഇങ്ങനെ അതാ റമദാൻ കടന്നു വരുമ്പോ നമ്മുടെ പള്ളികളെല്ലാം തറാവീഹിന് ഫുള്ളായിരിക്കും. ആദ്യത്തെ 10 ദിവസം വളരെ മനോഹരമായിരിക്കും. AC 4 AC 16 ഏറ്റവും ലോ ലെവലില് 16 ഡിഗ്രിയിലൊക്കെ AC കിട്ടുന്ന നിസ്കരിക്കാൻ ഇഷ്ടം പോലെ ആളായിരിക്കും. ദിവസങ്ങൾ കഴിയുന്തോറും അതാ ആളുകൾ കുറഞ്ഞു വരുന്നു. എന്തേ ഇതിന് കാരണം? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വീട് പെയിന്റ് അടിച്ചപ്പോ
ഗേറ്റ് പെയിന്റ് ചെയ്തപ്പോ അതിൽ തുരുമ്പ് പിടിച്ച ഭാഗങ്ങൾ ഒരതി കളഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പെയിന്റ് ഇളകിപ്പോന്നു. റമദാൻ വരുന്നതിന് മുമ്പ് ഹൃദയം ശുദ്ധീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടിയ വല്ലാതെ സന്തോഷത്തോട് കൂടി സ്വീകരിച്ചു. കാണാൻ നല്ല മൊഞ്ചുണ്ടായിരുന്നു. റമദാൻ പൂർത്തിയാകുന്നതിന് മുമ്പേ അവരുടെ നന്മകൾ കൊഴിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് എന്റെ മാനവ, എന്റെ ശബ്ദം ക്ഷണിക്കുന്ന ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം ക്ഷണിക്കുന്ന ഉമ്മറങ്ങന്മാരെ, പിഞ്ചുമക്കളെ, പരിശുദ്ധ റമദാൻ നമുക്ക് അല്ലാഹു നൽകി തന്ന അപരദാനമാണ്. അടുത്ത റമദാൻ ആരൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പില്ല. കഴിഞ്ഞ റമദാൻ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് ആരുടെ മണ്ണിലാണ്, അല്ലെങ്കിൽ ആരോഗ്യത്തോടുണ്ടായിരുന്ന പലരും രോഗശയ്യയിലാണ്, പലരും ഹോസ്പിറ്റലിലാണ്, പലരും വീടുകളിലാണ്, പലർക്കും ആരോഗ്യമില്ല, പലരും ഈ രോഗത്തോട് വിട പറഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത റമദാൻ നമ്മളിൽ ആരൊക്കെ ആയുസ്സോടുകൂടി ഉണ്ടാകും, ആരോഗ്യത്തോട് ഉണ്ടാകുമെന്ന് നമുക്ക് ഒരു ഉറപ്പുമില്ല. ഈ റമദാനിലേക്ക് എത്താൻ കഴിയുമോ എന്ന് നമുക്കറിയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ, ഈ പരിശുദ്ധ റമദാനിൽ നന്മകൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹബീബിന്റെ ശഫാഅത്ത് ലഭിക്കുന്ന യഥാർത്ഥ മുത്തഖി അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഈ ധാരാളം റമദാനുമായി ബന്ധപ്പെട്ട് പറയാൻ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. റമദാൻ മുന്നൊരു പരിപാടിയൊക്കെ ഉണ്ടാവുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റമദാൻ എങ്ങനെ വരവേൽക്കും, റമദാൻ എങ്ങനെ ഖുർആൻ ഓതണം, എങ്ങനെ തറാവീഹ് നിസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ മുഴുവൻ ചെയ്യാതിനെ കുറിച്ചൊക്കെ വ്യക്തമായ നമുക്ക് ധാരണ നമുക്കുണ്ടായിരിക്കണം. ഇൻഷാ അല്ലാഹ് സമയം കിട്ടുകയാണെങ്കിൽ റമദാൻ മുന്നോടിയായിട്ട് ഒരു റമദാൻ മുന്നൊരുക്ക പഠന ക്ലാസ് ഇൻഷാ അല്ലാഹ് നമ്മുടെയൊക്കെ മദ്രസയിൽ നടത്തുന്ന പഠന ക്ലാസ് ഇപ്പോൾ പല കാരണങ്ങളോടെ കുട്ടികളുടെ പരീക്ഷ, വാർഷിക പരീക്ഷ, സമ്മേളനം കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ദിവസമായിട്ട് ക്ലാസ് ഒന്നും നടന്നിട്ടില്ല. ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് റമദാൻ മുന്നോടിയായി ഒരു ക്ലാസ് കൂടി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും അതുമായി സഹകരിച്ചുകൊണ്ട് പങ്കെടുക്കുക, പുണ്യം നേടുക, കാര്യങ്ങൾ മനസ്സിലാക്കി മാർക്ക് ആരുടെ ആവശ്യമില്ല. ആ ഉസ്താദ ക്ലാസ് ഇത്ര ഉസാറായിരുന്നു, അവിടെ എത്ര തെറ്റേന്ന് മറ്റേതെന്നോ മാർക്കിടാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. എവിടുന്നാണോ നിങ്ങൾ ഇരുന്നത് അവിടെ പോകുക. ചൈനയിൽ പോയിട്ടാണ് ഇന്ന് പഠിക്കണമെന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനം. എന്താ അതിന്റെ അർത്ഥം? ചൈനയില് ഏതൊരു യൂണിവേഴ്സിറ്റി അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നോ? ഇല്ല. അന്നത്തെ കാലത്ത് അറബികൾക്ക് ചൈനയിലെത്താൻ പ്രയാസകരമായിരുന്നു, ദുർഘടമായ വഴികളായിരുന്നു. ഇന്നത്തെ കപ്പൽ മാർഗം അതുപോലെ വ്യോമയാന മാർഗങ്ങളൊന്നുമില്ല. അത്രയും പ്രയാസം സഹിച്ചിട്ടാണ് ഇൽമു നേടണമെന്നാണ് അതിന്റെയൊക്കെ മാന. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ട സമയത്ത് അറിയുകയും അതുമായി അമൽ ചെയ്യുവാനും സന്നദ്ധരാവുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.